എന്നാൽ ടൈം മാനേജ്മെൻറ്റ് കാര്യത്തിൽ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പലതരത്തിലും അവർ പിന്നീട് ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ലെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ആലോചന വരാതിരിക്കാൻ വേണ്ടി ടൈം മാനേജ്മെൻറ്റ് നമുക്ക് എന്തൊക്കെ സൂക്ഷിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ഓരോ ക്വസ്റ്റ്യനുള്ള മാർക്ക്, അതിന് അലോട്ട് ചെയ്ത മാർക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മളെ കുട്ടികളോട് പറയാനുള്ള കാര്യം, അത് സക്സസ് വളരെ പ്ലാനിംഗ് ആയിട്ട് ചെയ്ത കുട്ടികൾക്ക് നല്ല മാർക്ക് അവർ പറയാറുണ്ട്. അപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം ചിലവഴിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് മാക്സിമം ചിലവഴിക്കേണ്ടത് 2 മിനിറ്റ്സ് ആണ്. എന്നാൽ പിന്നെ 4 മാർക്സിൻ്റെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലത് 8 മിനിറ്റ് വേണ്ടി വരും, ചിലത് 10 മിനിറ്റ്സ് വേണ്ടി വരും. അപ്പോൾ ആ രൂപത്തിൽ കൂൾ ഓഫ് ടൈമിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്കുകൾ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടൈം ഇട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ, സാധിക്കാറുണ്ട് പല കുട്ടികൾക്കും, ജസ്റ്റ് ടൈം കൂടെ അതിനിട്ട് കൂടെ ഇട്ട് പോകാൻ പറ്റണമെങ്കിൽ, ഇപ്പോൾ പെൻസിലൊക്കെ പരീക്ഷകൾ കൊണ്ടുപോകാൻ പറ്റും. ആ പെൻസിൽ കൊണ്ട് സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ടൈം ഇങ്ങനെ പോകുന്നത് ഇത്ര അങ്ങനെ സമയത്ത് ലാസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ്സ് ഗ്യാപ്പ് കിട്ടണം, ഒരു ലെഷർ ടൈം കിട്ടണം, എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടണം. ആ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസിൽ കൂടെ ഒന്ന് ഗോ ത്രൂ അല്ലേ നടത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആൻസേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ. അതിൽ ഇപ്പോൾ 2 വർഷം മുമ്പ് നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവം, ഈ ടൈം മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. SLC പരീക്ഷൻ്റെ ലാസ്റ്റ് 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആ കുട്ടി ഈ സൈഡിൽ എന്ത് ചെയ്തില്ല, കണ്ടിട്ടേ ഇല്ല, ബാക്ക് പേജിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം, ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അത് A4-ന് അല്ല A+ന് തീർച്ചയായിട്ടും A1 അല്ലെങ്കിൽ A+ നഷ്ടപ്പെടാനുള്ള അവസരം ഇതുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മാർക്കിനനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ടൈം ഇട്ട് പോകുക എന്നുള്ളത്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള വാച്ച് വെച്ച് തന്നെ എത്ര മണിക്കൂറാണോ നമുക്ക് അലോട്ട് ചെയ്തുള്ള എക്സാം, 2.5 മണിക്കൂറാണോ 2 മണിക്കൂറാണോ എന്നുള്ള നിലയ്ക്ക് നമ്മളത് ചെക്ക് ചെയ്യുകയും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ അലോട്ട് ചെയ്തിട്ടുള്ളത് അതിന് എത്ര സമയം വെച്ച് നമ്മൾ ഇതും എന്നത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.